ഹോംവർക്ക് ചെയ്ത എല്ലാരും? ചെയ്യാത്തവരാരൊക്കെയാ? ഹോംവർക്ക് ചെയ്യാത്തവര്? ഹോംവർക്ക് ചെയ്തവരാരൊക്കെയാ? പറയണുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഉണ്ടായിരുന്നു. ആ പറ, ചെയ്തോ ഹോംവർക്ക്? ഇവിടെ ഞാൻ എന്തിനാ പിന്നെ പറയണേ? ഇവിടെ ചെയ്താ? ഇല്ല. ചെയ്താ? ചെയ്തെന്നാ ഇല്ലെന്നാ? ചെയ്തില്ല. ചെയ്തു. എവിടെ കാണിച്ചു? ഓ, അതാണ് ശരിയാവുന്നില്ലല്ലോ, മൊത്തത്തിലങ്ങ് ശരിയാവുന്നില്ലല്ലോ, അത് ഞാൻ വിചാരിച്ചത്. ആദർശ് ഞാനിതൊന്നും ഓർക്കത്തില്ല. നിങ്ങളായത് നോക്കിയാണ്. ആ നിങ്ങൾ അങ്ങനെയുള്ളത് നിങ്ങൾ ഓർപ്പിച്ചാ മതി. ഞാൻ ചിലപ്പോ നിങ്ങൾ ഓർമ്മിപ്പിച്ചാ മതി കേട്ടോ. എന്താ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ ആരും ഹോംവർക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഗ്രൂപ്പില് പേരിട്ടേ കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്ത്? നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 24 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 25. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കി. Evaluate limit x tends to 0 f of x. പുറകോട്ട് പോലെ ഫ്രണ്ടിലിരിക്കെ. വിമൽ ഇവിടെ വാ, ദിയേറ്റത്ത് വാ. Limit x tends to 0 f of x, where f of x is equal to mod x by x, where x not equal to 0, and 0 if x is equal to 0. Question area. Question number 25. Homework area. 22. 16 അതിന് മുന്നത്തെ ദിവസമായിരുന്നു. ചെയ്തോ? കിട്ടിയ ആൻസർ? Okay. We had to find evaluate limit x tends to 0 f of x. F of x is equal to mod x by x, where x not equal to 0. എന്താ ലേറ്റ് ആയ? ഫ്രണ്ടിലിരിക്കേട്ടാ. എന്താ ലേറ്റ് ആയ? എന്താ കുഴിമന്തിയാണോ കഴിച്ചത്? ശരി. Question area. We had to find limit x tends to 0 f of x. F of x is equal to mod x by x, where x not equal to 0. 0 if x is equal to 0. എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്ക, ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് mod x. mod x എന്താ? mod x എങ്ങനെയാ നമ്മൾ ഡിഫൈൻ ചെയ്യണേ? പഠിച്ചല്ലേ മോഡുലസ് ഫംഗ്ഷൻ? സ്ക്വയർ റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് -5. എന്താ? മോഡുലസ് ഓഫ് 5. So modulus of x equal to x if x greater than 0, and mod x is equal to minus x if x less than 0. ഇങ്ങനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അതായത് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെയുള്ള എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു ചേഞ്ചും വരുത്തേണ്ട, എക്സ് തന്നെയായിരിക്കും. നോക്കിക്കേ, ഇവിടെ 5 ആണ്. 5 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? മോഡുലസ് ഓഫ് 5 എന്താ? 5 തന്നെയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് എന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഇനി നോക്കാം, എക്സ് ലെസ് ദാൻ 0 ആണ്. എക്സ് 0-നേക്കാളും ചെറുതാണെങ്കിലോ? മൈനസ് എക്സ്. ഇവിടെ നോക്കിയേ, ഇവിടെ -5 ആണ്.
അല്ലെ? 5 -5 എന്ന് പറഞ്ഞാൽ 0-നേക്കാളും ചെറുതാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വന്നെ? -5 അല്ലെ? അതെന്തെന്നാ? പോസിറ്റീവ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? -x ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ അതാണ് മോഡുലസ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നോക്കുക, എഫ് ഓഫ് എക്സ് നമ്മുടെ ഫംഗ്ഷൻ is equal to mod x by x അല്ലേ? mod x by x if x not equal to 0 and 0 if x is equal to 0. ഇങ്ങനെ നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഈ x not equal to 0 സീറോയോട് ഈക്വൽ ആവില്ല എന്നുള്ള കേസ് ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. ഈ സീറോയോട് ഈക്വൽ ആവാണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ 0-നേക്കാളും വലുതാവാം അല്ലെങ്കിൽ 0-നേക്കാളും ചെറുതാവാം അല്ലെ? അപ്പൊ നോക്കിക്കേ, ഇഫ് x ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ x ലെസ് ദാൻ 0 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് mod xന്റെ വാല്യൂ എന്താ? x ലെസ് ദാൻ 0 ആകുമ്പോ പറ, mod xന്റെ വാല്യൂ എന്താ? x ലെസ് ദാൻ 0 mod xന്റെ വാല്യൂ എന്താ? -x അല്ലേ? അപ്പൊ -x by x ആണ്. അത് എത്രയാ? -1. കിട്ടിയോ? അപ്പൊ ഇവിടെ നമ്മൾ ഇത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഇതിന്റെ ഇവിടെ എഴുതുന്ന സമയത്ത് വർക്കിംഗ് കോളത്തിൽ ഇതെങ്ങനെയാ വന്നതെന്ന് എഴുതിയാൽ മതി. x ലെസ് ദാൻ 0 ആകുമ്പോ mod x by x എന്ന് പറയുന്നത് എന്താണ്? -x by x ആണ്, which is equal to -1. സോ x ലെസ് ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ -1 ആണ്. ഓക്കെ. ഇനി 0 if x is equal to 0. ഇനി x greater than 0 ആണെങ്കിലോ mod x is equal to mod x by x ആണ് ഫംഗ്ഷൻ. അതിൽ mod x എന്ന് പറയുന്ന x ആണ്. x by x is equal to 1. So 1 if x greater than 0. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അത് എഴുതിക്കേ. ഇതാ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. മനസ്സിലായില്ല. mod x ഒരിക്കലും -1 ആവില്ല. മോഡുലസ് വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആവുള്ളൂ. ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾവേസ് പോസിറ്റീവ് ആണ്. അവിടെ ഒരിക്കലും -1 വരത്തില്ല. എന്താണ് വിമല ചോദിച്ചത്? കിട്ടിയോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇമ്പോർട്ടൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഏതാണ്? ഇതോ? f of x is equal to mod x by x, x not equal to 0, 0 if x is equal to 0. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ mod x എന്ന് പറയുന്നതിന് നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. നമുക്കറിയാം mod x എന്ന് പറയുന്നത് x if x greater than 0. എക്സിന്റെ വാല്യൂ greater than 0 ആണെങ്കിൽ x ആണ് അല്ലെ? -x if x less than 0. എക്സിന്റെ വാല്യൂ 0-നേക്കാളും ചെറുതാണെങ്കിൽ mod x എന്ന് പറയുന്നത് എന്താണ്? -x ആണ്. അപ്പൊ ഇപ്പോ ഇവിടെ നോക്കാം, മോഡുലസ് ഓഫ് -5 എന്ന് പറയുന്ന 5 അല്ലേ? ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ? ലെസ് ദാൻ 0 അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? -5 അല്ലേ എടുത്തത്? -5 അല്ലേ +5? എവിടെ? അല്ല, ഇവിടെ എക്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താ? -5. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന -5. അപ്പൊ mod x എന്താ? +5. അതായത് -x. x greater than 0 വരുമ്പോ x തന്നെയായിരിക്കും. x less than 0 ആവുമ്പോൾ -x ആയിരിക്കും. കിട്ടിയോ? അല്ല, ലിമിറ്റിന്റെ വാല്യൂ. ലിമിറ്റ് x → 0 f of x. ഇത്ര എഴുതി കഴിഞ്ഞോ? ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ?
ഇനി ആരാ കഴിയാനുള്ള? സയോൺ എന്താ പറ്റി ലേറ്റ് ആയേ? സയോൺ കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഇനി നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ ലിമിറ്റ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലെ? അതായത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ്, ഇപ്പൊ ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ്, ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മോഡ്ലെസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യണം കേട്ടോ. ഇനി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്? കാണാൻ പറ്റുന്നുണ്ട് താഴെ എഴുതിയത്? എവിടം വരെ കാണാം? ഇവിടെയൊക്കെ കാണാം. ആ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ പറ? 0യിൽ താഴെ ഉള്ളപ്പോ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? -1 അല്ലേ? സോ -1. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ? 1. സെയിം ആണോ? അപ്പോ നമുക്ക് കിട്ടി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ? therefore ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 അല്ലെങ്കിൽ therefore ലിമിറ്റ് does not exist at x is equal to 0. This is the answer. ചെയ്തോ? എഴുതി കഴിഞ്ഞോ? ഇന്നലെ വെച്ചതാണോ? അതാരാ അങ്ങനെ വെച്ച? ഇത് ഇതിനൊന്നും ഊരിയല്ലോ. അതങ്ങനെ ഇരുന്ന് അങ്ങനെ ആയിരുന്നു. അത് പോയോ? ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ നമ്പർ 26 ഹോംവർക്ക് ആണ് കേട്ടോ. ഇതേപോലെ മോഡുലസ് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഇതേപോലെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 26. ആ, പൊടി ചെയ്ത് കഴിഞ്ഞോ? ഇനി ആരെങ്കിലും കഴിയാനുണ്ടോ ഈ ക്വസ്റ്റ്യൻ? എല്ലാരും കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 26 ഹോംവർക്ക് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോട്ടാ. സയോൺ കേട്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 26 ഹോംവർക്ക് ആണ്. ക്യാമറ ഓൺ ചെയ്തേ. സയോൺ ക്യാമറ ഓൺ ചെയ്തേ. ആ ആ, next question number 27. Find limit x tends to 5 f of x.
എന്ത് പറ്റി ഗായത്രി? ലിമിറ്റ് എന്നല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ ലിമിറ്റ് എന്താ പറയണേ? ആണോ? ഏതാ? ദിയ, സോറി, ദിയ. അത് ദിയ. ഇത് വേദ. ആർക്കറിയില്ലാത്ത ഇത് ദിയ. അതാ പറഞ്ഞു. ഏത്? ഓക്കെ, എനിക്കറിയാം ഇത് ദിയ ആണെന്ന്. അതല്ലേ ദിയ? എനിക്കറിയാം. അവളെ നോക്കി വേദന വിളിച്ചില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്തു. ഇല്ല, മറന്നുപോയി. Evaluate limit x tends to 5 f of x where f of x is equal to mod x minus 5. ഇവിടെ ചെയ്യണ്ട, ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. കാരണം ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കാം. നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് വേണം, എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് വേണം. സീറോയിനേക്കാളും ചെറുതും. സീറോ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ? 0 മൈനസും 0 പ്ലസും. അപ്പോൾ ഫംഗ്ഷൻ വരുമ്പോൾ മോഡ് എക്സ്. അപ്പൊ മോഡ് എക്സിന് 0-ൽ താഴെ വേറൊരു വാല്യൂ ആണ്, 0-ൽ മുകളിൽ വേറൊരു വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 5 ആണ്. എക്സ് ടെൻസ് ടു 5 ആണ്. അപ്പൊ 5 വെച്ചിട്ടല്ലല്ലോ മോഡ്ലെസ് എന്തായാലും മാറുന്നത്. അപ്പൊ അവിടെ ഡയറക്റ്റ് 5 വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്താൽ ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? മോഡ് എക്സ് മൈനസ് 5 അല്ലേ? വിളിച്ചു ആരേലും? മോഡ് എക്സ് മൈനസ് 5. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താ? 5. മോഡ് 5 മൈനസ് 5 എത്രയാ? മോഡ് 5 5 മൈനസ് 5 ഈക്വൽ 0. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 5ന്റെ അബോവ് വാല്യൂസ് വരുമ്പോൾ എന്താ വരാ? പറ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ്, നിങ്ങൾ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണം കേട്ടോ. മോഡ് എക്സ് മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് മോഡ് 5 മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ? രണ്ട് സെയിം അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. പിന്നെ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 5 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ മോഡ് 5 മൈനസ് 5 അതും 0 ആണ്. ദെർഫോർ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദെർഫോർ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ദി ആൻസർ. എഴുതിക്കും. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോണം കേട്ടോ.
കഴിഞ്ഞോ? അനല്ലേ കഴിഞ്ഞോ? കഴിഞ്ഞോ ഇല്ലയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാരും കഴിഞ്ഞോ? ആരാ കഴിയാനല്ല? കഴിഞ്ഞോ? കഴിഞ്ഞവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 28. കഴിഞ്ഞോ എല്ലാരും? ആദർശ് കഴിഞ്ഞോ? സയോൺ കഴിഞ്ഞോ? Suppose f of x is equal to a plus bx if x less than 1, 4 if x is equal to 1 and b minus ax if x greater than 1. And if limit x tends to 1, f of x equal to f of 1, what are the possible values of a and b? And if limit x tends to 1, f of x is equal to f of 1, what are the possible values of a and b? എങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഫംഗ്ഷൻ? f of x is equal to a plus bx if x less than 1, 4 if x is equal to 1 and b minus ax if x greater than 1 അല്ലേ? പിന്നെ എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? ലിമിറ്റ് x tends to 1 f of x is equal to f of 1. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ? ലിമിറ്റ് x tends to 1 f of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? പറ. എൽ എച്ച് എല്ലോ ആർ എച്ച് എല്ലോ ഈക്വൽ ആണോ നോക്കണം. അപ്പൊ എൽ എച്ച് എൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോ എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 1 താഴെ എക്സിന്റെ വാല്യൂസ് വരുമ്പോഴുള്ള വാല്യൂ എന്താ? നോക്കി, എക്സ് ലെസ് ദാൻ 1 ഫംഗ്ഷൻ എന്താ? എ പ്ലസ് ബി എക്സ് അല്ലേ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എ പ്ലസ് ബി എക്സ് എന്താ വരാ? പറ. എക്സിന് എന്ത് കൊടുക്ക? 1 കൊടുക്ക. അപ്പൊ എന്താ ഗായത്രി കിട്ടാ? എ മൈനസ് ബി ആ. എക്സിന് 1 കൊടുക്കുക. 1 മൈനസ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ, -1 എന്നല്ല. അപ്പോ എക്സിന് 1 കൊടുക്കുമ്പോ എന്താ കിട്ടാ? എ പ്ലസ് ബി. ഇനി നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ബി മൈനസ് എ എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോ എന്താ കിട്ടാ? ബി മൈനസ് എ. അപ്പൊ ഇവിടെ നമുക്ക് ഗിവൺ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 അല്ലെ? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്.
അല്ലെ? ഇതെന്തിനോട് ഈക്വൽ ആയിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ? ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 അല്ലെ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എന്താ? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 4 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? therefore a പ്ലസ് ബി ഈക്വൽ ബി മൈനസ് എ ഈക്വൽ 4 എഴുതാലോ. ഇനി ഇത് സോൾവ് ചെയ്യാം. ഒന്ന് സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ആ ഇവിടെ നമ്മൾ RHL എന്ന് പറയുന്നത് അല്ല LHL എന്ന് പറയുന്നത് a plus b ആണ്. RHL എന്ന് പറയുന്നത് d minus a. അത് രണ്ട് ഈക്വൽ ആവുന്നില്ല. അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഉണ്ട്. അത് എഫ് ഓഫ് 1 ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഷെയർ ഇങ്ങനെ ഇട്ടിട്ടല്ലേ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. എന്താണല്ല ഇങ്ങനെയൊക്കെ പെരുമാറണേ. തട്ടി വീണതല്ല. കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? എയുടെയും ബിയുടെയും വാല്യൂ? ആൻസർ എത്ര കിട്ടി? ബി ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു A2 പിന്നെ ബിയാ? എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയ? A2 ആണോ? B4 b minus a 4 അപ്പോൾ b4 ആണ്. ഇവിടെ a plus b equal b minus a equal 4. That is a plus b equal 4. b minus a നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് a plus b എന്ന് എഴുതാമല്ലോ. ഈക്വൽ 4. അപ്പൊ എന്റെ a മൈനസ് a ക്യാൻസൽ ആകും. b plus b 2b equal 8 which implies b is equal to 8 by 2 which is equal to 4. ഇനി നമുക്കറിയാം a plus b equal 4 ആണ്. That is a plus 4 equal 4 which implies a equal 0. Therefore a equal 0, b equal 4. This is the answer. നിങ്ങൾക്ക് എങ്ങനെ 2 കിട്ടിയ? അവിടെ a plus b equal to b minus a യുടെ a ഇങ്ങോട്ട് കാച്ചി b ക്യാൻസൽ ആയി equal to 4. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യും?
എന്തിന്? അടുത്ത ദിവസം ചേട്ടാ ഇന്ന് ഓൾറെഡി ക്ലാസ് ലേറ്റ് ആയിട്ട് തുടങ്ങിയത്. 5:10 കഴിഞ്ഞു ഓൾറെഡി ക്ലാസ് തുടങ്ങിയപ്പോൾ. ഈ എക്സസൈസ് എത്ര ദിവസമായി അറിയാം? ക്ലാസ് ലേറ്റ് ആയിട്ട് തുടങ്ങി. അത് ആ ടൈം നോക്കിയിട്ടുണ്ട് അറിയാമല്ലോ. കഴിഞ്ഞില്ലേ എല്ലാവരും? ഈ എക്സസൈസ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം. 28 ആണ്. ഇനി 4 ക്വസ്റ്റ്യൻസ് കൂടെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞില്ലേ എല്ലാവരും? Question number 29. Let A1, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ എല്ലാവരുടെയും കയ്യിൽ? ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. Let A1, A2, etc. AN. Let A1, A2, etc. AN. A1, A2, etc. AN be fixed real numbers. And define a function. F of x is equal to x minus a1 into x minus a2 into etc. into x minus an. Let a1, a2, etc. an be fixed real numbers and define a function f of x is equal to x minus a1 into x minus a2 into etc. x minus an. What is limit x tends to a1 f of x for what is limit x tends to a1 f of x question mark for sum a not equal to a1 a2 etc. an compute limit x tends to a f of x. What is limit x tends to a1 f of x question mark for sum a not equal to a1 a2 etc. an compute limit x tends to a f of x. ചെയ്തേ, തനിയെ ചെയ്തേ. ലിമിറ്റ് x tends to a1 f of x കണ്ടുപിടിക്കണം. അതെ, മൺഡേ ഹോളിഡേ അല്ല, ട്യൂസ്ഡേ ഹോളിഡേ ആണ്. ഇലക്ഷൻ മൺഡേ എന്താ? സ്കൂളില്. നിങ്ങളുടെ സെന്റർ അല്ലേ? ട്യൂസ്ഡേ, തേഴ്സ്ഡേ, മൺഡേ ഹോളിഡേ ഇല്ല സ്കൂളില്. ഇവിടെ ഹോളിഡേ അല്ല. ട്യൂസ്ഡേ അല്ലേ ഇലക്ഷൻ? അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അന്നാ 11-ാം തീയതി എന്താ? റിസൾട്ട് വന്ന അവധിയൊന്നുമില്ല. ഇംഗ്ലീഷ് ആര് പറഞ്ഞു? അതിനെപ്പറ്റി അറിയില്ല. മൺഡേ അല്ല കേട്ടോ, ട്യൂസ്ഡേ. ചെയ്തേ ക്വസ്റ്റ്യൻ നമ്പർ 29 ചെയ്തേ.
മറ്റന്നാളിന്റെ നാളെ മറ്റന്നാളിന്റെ മറ്റന്നാളെന്ന് പറഞ്ഞാൽ പോലെ അവിടെ A1 ഇല്ല കേട്ടോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A1 ഇല്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു A1 ഉണ്ട്. A1 ഉണ്ട്. കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ വേദ? ഒന്നുമില്ല, ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ എന്താ? f of x is equal to x minus a1 into x minus a2 etc x minus an. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x tends to a1 f of x എന്തായിരിക്കും ലിമിറ്റ് x tends to a1 f of x എന്ന് പറഞ്ഞേ. ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, ഇവിടെ നോക്കിയേ. അതെങ്ങനെ കിട്ടി? ലിമിറ്റ് x tends to a1 f of x. ന് പകരം എന്ത് കൊടുക്കണം? a1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്താകും? a1 minus a1 into a1 minus a2 etc a1 minus an. ഇവിടെ നോക്കാം, a1 minus a1 എന്താ? 0 അല്ലേ? 0 into any നമ്പർ എന്താ? 0. equal to 0. Next, limit x tends to a f of x. എന്താ കിട്ടാ? ഇവിടെ തന്നിട്ടുണ്ട് a not equal to a1 a2 etc an. ഇതിലൊന്നും അല്ല a എന്ന് പറയുന്ന നമ്പർ. a1 a2 an ഒന്നും അല്ല. അപ്പൊ ലിമിറ്റ് x tends to f of x എന്തായിരിക്കും എന്ന് പറഞ്ഞേ. a എന്ന് കൊടുക്കുക x ന്. അപ്പൊ എന്താ വരാ? a minus a1 into a minus a2 into etc into a minus a. ഇത്രേ ഉള്ളൂ. എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 30. റബ്ബ് ചെയ്തോട്ടെ. കഴിഞ്ഞോ വൈഷ്ണവി? എന്ത് കാര്യം? ഇപ്പൊ എടുക്കൂല. ജനുവരി വിളിക്കാം. വിളിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞ, വിളിക്കാന്നാ പറഞ്ഞ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല എടുക്കണേ, ഞങ്ങൾ അവിടെ നിന്നാ പോണേ. ഞങ്ങക്ക് അവരെ അഡ്രസ് എടുത്തരണം. കഴിഞ്ഞില്ലേ എല്ലാരും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മിസ്സിന്റെ കല്യാണം കൂടോത്രം വെച്ച് കലക്കാന്ന് പറഞ്ഞാൽ എന്താണ് മിസ് ചെയ്തത്? If f of x is equal to mod x plus 1 if x less than 0, 0 if x is equal to 0, mod x minus 1 if x greater than 0. If f of x is equal to mod x plus 1 if x less than 0, 0 if x is equal to 0, mod x minus 1 if x greater than 0. For what value or values of a, for what value or values of a does limit x tends to a f of x exist? For what value or values of a does limit x tends to a f of x exist? Question area. Question area. എന്താ ക്വസ്റ്റിന്റെ മീനിങ്? നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1 എക്സ് ലെസ് ദാൻ 0, 0 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് മോഡ് എക്സ് മൈനസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇനി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്ക് ഏതൊക്കെ വാല്യൂസ് വരണം? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് 0 വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എ ഒന്നെങ്കിൽ ഈക്വൽ ടു 0 എടുക്കാം, അല്ലെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 എടുക്കാം, അല്ലെങ്കിൽ എ ലെസ് ദാൻ 0 എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് 3 കേസസ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ കേസ് 1 എ ഈക്വൽ ടു 0, എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. എന്താ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0-നേക്കാളും ചെറുതാകുമ്പോ എയുടെ വാല്യൂ എന്താ? സോറി, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? മോഡ് എക്സ് പ്ലസ് 1 അല്ലേ? സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് മോഡ് എക്സ് പ്ലസ് 1. മോഡ് എക്സ് എന്തായിരിക്കും? എ പ്ലസ് 1 അല്ലേ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ്, സോറി, 0 എടുക്കുമ്പോൾ 0 എടുക്കാം കേട്ടോ. അവിടെ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കാരണം എ ഈസ് ഈക്വൽ ടു 0 നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ത് പറ്റി? ഇവിടെ നമുക്ക് എന്തായി? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കണേ. അപ്പൊ നമ്മൾ 3 കേസസ് ആയിട്ടാണ് ചെയ്യണത്. കേസ് 1 എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു 0, എയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ 0, എയുടെ വാല്യൂ എന്തായിരിക്കണം? 0-നേക്കാളും വലുതായിരിക്കണം. കേസ് 3 എന്ന് പറയുന്നത് എ ലെസ് ദാൻ 0, എയുടെ വാല്യൂ എങ്ങനെയായിരിക്കണം? 0-നേക്കാളും ചെറുതായിരിക്കണം. ഈ 3 കേസസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ എ ഈസ് ഈക്വൽ ടു 0, എയുടെ വാല്യൂ എങ്ങനെയാണ്? 0 ആണ്. അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ എഴുതിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. ഇതെങ്ങനെയാ നമ്മൾ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കും, അത് കഴിഞ്ഞിട്ട് എന്ത് നോക്കും? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കും, പിന്നെ ലിമിറ്റ് എക്സ് എഫ് ഓഫ് 0 നോക്കും, 3 ഈക്വൽ ആണോ എന്ന് നോക്കും അല്ലേ? അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ്. 0-ൽ താഴെ ആകുമ്പോഴുള്ള വാല്യൂ എന്താ? മോഡ് എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, അതെന്താ? മോഡ് എക്സ് പ്ലസ് 1, എക്സിന്റെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ 0 പ്ലസ് 1 1 അല്ലേ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് is equal to limit x tends to 0 plus 0-നേക്കാളും വലുതാകുമ്പോഴുള്ള വാല്യൂ എന്താ? മോഡ് എക്സ് മൈനസ് 1 which is equal to -1. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. therefore എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. therefore limit does not exist at x is equal to 0. ഇതൊന്ന് എഴുതിക്കേ.
എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു ജനറൽ ടേം ആയിട്ട് എടുത്തേക്കുന്നത് എ എന്ന് പറയുന്നത്, അതായത് ഏത് വാല്യൂ ഓഫ് എക്സിനാണ് എന്താ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞോ? ഇനി ആരൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള? ആദ്യം അവിടെ a is equal to 0, പിന്നെ അവസാനം എത്തിയപ്പോഴത്തേന് x is equal to 0. അതെങ്ങനെയായി? ആ എന്ന് പറയുന്നത് സീറോയാണ്. അപ്പൊ നമ്മള് സീറോയിലെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് ടെൻസ് ടു എ ആണ്. അപ്പോൾ ഈ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കേസ് 1 എയുടെ വാല്യൂ 0 എന്ന് എടുത്തു, അതായത് എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പൊ 0 എന്ന് പറയുന്ന വാല്യൂല് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാരും കഴിഞ്ഞോ? ലാസ്റ്റ് കഴിഞ്ഞവര് ഇനി എ ഗ്രേറ്റർ ദാൻ 0 ട്രൂ ആണോന്ന് ചെക്ക് ചെയ്തേ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്തേ. കഴിഞ്ഞവര് എ ഗ്രേറ്റർ ദാൻ 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കുക. എ ഗ്രേറ്റർ ദാൻ 0 ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടാ. എളുപ്പമാണ്, പക്ഷെ ആദ്യമായിട്ടല്ലേ ഇത് പഠിക്കണം, അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷനാണ്. നിങ്ങൾ ഇത്രയും നാളെ നമ്പേഴ്സ് വെച്ചിട്ടുള്ളതല്ലേ പഠിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നിമ്മില് കഴിഞ്ഞോ? കേസ് 2 എ ഗ്രേറ്റർ ദാൻ 0. എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കണേ. അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യണ്ടേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇവിടെ ഞാൻ എ എന്നാണ് കേട്ടോ കൊടുക്കുന്നത്. എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, നോക്കിക്കേ, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഏതാ വരാ? ഫംഗ്ഷൻ ഏതാ വരാ? എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഏതാ വരാ? എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? മോഡ് എക്സ് മൈനസ് 1 അല്ലേ? ഇനി ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ മോഡ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് അല്ലേ? അല്ലേ? മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ്. അപ്പൊ മോഡ് എ എന്ന് പറയുന്നത് എന്താ? എ അല്ലേ? അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ലിമിറ്റ് ഇവിടെ നോക്കാം. ഇവിടെ ആദ്യം കേസ് നോക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മുടെ എ ഇവിടെ എയും എക്സും കൂടെ വരുന്നതാണോ പ്രശ്നം? എയും എക്സും. ഓക്കെ, ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ വരുന്ന നമ്പേഴ്സ് എല്ലാം 0-നേക്കാളും വലിയ നമ്പേഴ്സ് ആണ്. നമ്മൾ ഈ എഫ് ഓഫ് എക്സ് ഫംഗ്ഷന് കൊടുക്കുന്ന എക്സിന്റെ വാല്യൂസ് എല്ലാം 0-നേക്കാളും വലുതാണ്. അപ്പോ ഇതിൽ ഏത് കേസാണ് നമ്മൾ എടുക്കണ്ടേ? തേർഡ് കേസാ. നമ്മള് എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മീൻ ചെയ്യണേ? എക്സിന്റെ വാല്യൂസ് 0ക്ക് അടുത്തായിട്ടായിരിക്കും വരാം അല്ലേ? അപ്പൊ എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എയിലേക്ക് ടെൻഡ് ചെയ്യുന്നു, അതായത് എയിനോട് അടുത്തടുത്തടുത്ത് വരുന്നു, അതല്ലേ മീനിങ്? അത് തന്നെയാണ് ഇവിടെ മീനിങ്. ഓക്കെ, നമ്മൾ അങ്ങനെയല്ല ഇത്രയും നേരം ചെയ്തത്. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എക്സിന് പകരം ആ വാല്യൂ, ഇവിടെ എ ആണെങ്കിൽ എ അല്ലേ നമ്മൾ ഇത്രയും നാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണ്ടിരുന്നത്, അത് തന്നെയാണ് ഇവിടെ. ഇവിടെ നോക്കാം, ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് 0-നേക്കാളും ചെറിയൊരു വാല്യൂ എങ്ങനെയാ തന്നെ? എന്താ? മനസ്സിലായല്ലോ എന്താ ചോദിച്ചാ?
വിമൽ മനസ്സിലായല്ലോ ചോദിക്കേ. ആ ഓക്കെ, ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്ന ഗ്രേറ്റർ ദാൻ 0 ആണ്, സീറോയിനേക്കാളും വലുതാണ്. അപ്പൊ ഫംഗ്ഷൻ ഏതായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിലെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? മോഡ് എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് കൊടുക്കണം? എഫ് ഓഫ് എക്സിന് പകരം എന്ത് കൊടുക്കണം? മോഡ് എക്സ് മൈനസ് 1 എന്ന് കൊടുക്കണം. ഇവിടെ എക്സ് ടെൻസ് ടു എ ആണ്. ഈ മൈനസ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ്, അല്ലാണ്ട് മൈനസ് എ അല്ല. അപ്പൊ എക്സ് ടെൻസ് ടു എ ആയത് കാരണം എന്ത് വരും? മോഡ് എ മൈനസ് 1 അല്ലേ? മോഡ് എ മൈനസ് 1. ഇനി ഇവിടെ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ മോഡ് എ എന്താണ്? എ ആണ് അല്ലേ? സോ എന്താ വാല്യൂ? എ മൈനസ് 1. കിട്ടിയോ? ഇനി നെക്സ്റ്റ് ആർ എച്ച് എൽ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ എന്താ ഫംഗ്ഷന്റെ വാല്യൂ വരാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ വരാ? പറ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. എന്തായാലും ഇവിടെ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ രണ്ടിലും ഇതേ വരുള്ളൂ. എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഈ രണ്ട് കേസിൽ എക്സ് ടെൻസ് ടു എ മൈനസ് ആണെങ്കിലും എക്സ് ടെൻസ് ടു എ പ്ലസ് ആണെങ്കിലും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ? അപ്പൊ ഇതായിരിക്കും വരിക. സോ മോഡ് എക്സ് മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് 1. കിട്ടിയോ? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആണല്ലോ. എന്ത് പറയാം? ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. സോ limit x tends to a minus f of x equal to limit x tends to a plus f of x is equal to limit x tends to a f of x. Therefore, limit exists for a greater than 0. എഴുതിക്കേ. കേസ് 1 എന്ന് പറയുന്നത് a is equal to 0 ആണ്. അപ്പൊ a is equal to 0 വരുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? a is equal to 0. ഇതെടുത്താണോ ഡൗട്ട്? ഇവിടെ നമ്മൾ എല്ലാ കേസിലും അങ്ങനെയല്ലേ എടുക്കണേ. ഇവിടെ എന്താ? 0 വെച്ചിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ കേസിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോ ഇവിടെ നോക്ക, ഇത് 0. ഇവിടെ നമ്മൾ എടുക്കുന്ന 0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? സീറോയിനേക്കാളും ചെറിയ വാല്യൂ വരുന്നത്. സീറോയിനേക്കാളും ചെറിയ വാല്യൂ ഏതുണ്ടെങ്കിലും മോഡ് എക്സ് പ്ലസ് 1 വരാ. 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോ ഞാൻ പറയാം, റൈറ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ എല്ലാ പോയിന്റ്സും എവിടെ? പോസിറ്റീവ് വാല്യൂസ് ആണ്. അതുകൊണ്ടാണ് മോഡ് എക്സ് മൈനസ് 1 എടുത്തത്. ഇനി ഇവിടെ പറയാം, വെൻ കേസ് ടു എ ഗ്രേറ്റർ ദാൻ 0, നമ്മൾ എടുക്കുന്ന എ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ അതായത് ഓൾറെഡി ഈ സൈഡിൽ ഒരു വാല്യൂ ആണ് നമ്മൾ എടുക്കുന്ന എ ആയിട്ട്. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ? അപ്പൊ ഏതായിരിക്കും ഫംഗ്ഷൻ വരാ? ഇതല്ലേ വരാ? റൈറ്റ് സൈഡിലെ വാല്യൂ എന്ന് പറഞ്ഞാലും പോസിറ്റീവ് അല്ലേ? അപ്പൊ ഫംഗ്ഷൻ ഏതായിരിക്കും? ഇതായിരിക്കും. പക്ഷെ 0 വരുമ്പോ സീറോയുടെ ലെഫ്റ്റിലുള്ള വാല്യൂ നെഗറ്റീവാ, സീറോയുടെ റൈറ്റിലുള്ള വാല്യൂ പോസിറ്റീവാ. പക്ഷെ ഇവിടെ നമ്മൾ എടുത്ത എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉള്ള വാല്യൂസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കിട്ടിയോ? കഴിഞ്ഞോ? അപ്പൊ ഇനി കേസ് 3 ചെയ്തോ, a ലെസ് ദാൻ 0 ചെയ്തോ. കഴിഞ്ഞോ? ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ബ്രേക്ക് വരാം. 32
അതുകൂടെ കഴിഞ്ഞിട്ട് മതിയോ? ശരി, ഇത് കഴിഞ്ഞോ? ഇത് കഴിഞ്ഞെങ്കിൽ കേസ് 3 നിങ്ങൾ തനിയെ ചെയ്തേ. എ ഗ്രേറ്റർ ദാൻ 0 ഒന്ന് ചെയ്യാൻ നോക്കിയേ. കേസ് 3 എ ഗ്രേറ്റർ ദാൻ 0 ആണല്ല? കേസ് 3 എ ഗ്രേറ്റർ ദാൻ 0. കിട്ടിയ ആൻസർ കിട്ടിയോ? നന്ദനിക്ക് കിട്ടുന്നുണ്ടോ? വൈഷ്ണവിക്ക് കിട്ടുന്നുണ്ടോ? കിട്ടിയോ? ആദർശ് എവിടെ എഴുതി? ആദർശിന്റെ നോട്ട്ബുക്ക് കാണിച്ചേ. നന്ദന നോട്ട്ബുക്ക് ഇങ്ങനെ വാങ്ങിച്ചേ. ആ പേജ് കീറണ്ട, ഇങ്ങോട്ട് വാങ്ങിച്ചേ. ആ ബുക്ക് വാങ്ങിച്ചേ. വൈഷ്ണവി ഇങ്ങോട്ട് വാങ്ങിച്ചു വന്ദന. ഇനി ഒന്നും ചെയ്യണ്ട അതുമേട്ട്. എഴുതി കഴിഞ്ഞോ? ആരൊക്കെ കഴിയാത്ത? ഇതല്ല കേട്ടോ കേസ് 3. കേസ് 3യുടെ കാര്യം ചോദിക്കണേ. കേസ് 3 എങ്ങനെയാ കിട്ടിയേ? സയോണിന് കിട്ടുന്നുണ്ടോ? കേസ് 3 എന്തായിരുന്നു? എ ലെസ് ദാൻ 0. എ ലെസ് ദാൻ 0 വരുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്താ പറഞ്ഞേ? എന്തായിരുന്നു ഫംഗ്ഷന്റെ വരെ? മോഡ് എക്സ് പ്ലസ് 1 ആണോ? എ ലെസ് ദാൻ 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് മോഡ് എക്സ് പ്ലസ് 1. അപ്പോ ഇവിടെ എ ലെസ് ദാൻ 0 ആണ് അല്ലെ? എയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. അപ്പോ ഫംഗ്ഷൻ എന്തായിരിക്കും വരാ? മോഡ് എക്സ് എന്താ വരാ? മൈനസ് എക്സ് അല്ലേ? മോഡ് എക്സ് എന്ന് പറയുന്ന മൈനസ് എക്സ് അല്ലേ? മൈനസ് എക്സ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് 1. മൈനസ് എ പ്ലസ് 1 എന്നാണോ കിട്ടിയത്? വിമൽ ഓപ്പൺ ചെയ്തേ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ്, ഇവിടെയും എ ലെസ് ദാൻ 0 ആണ്. മോഡ് എക്സ് പ്ലസ് 1, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്ന മൈനസ് എക്സ് ആണ്.
മൈനസ് എക്സ് പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് വൺ. ഇങ്ങനെയാണോ ആൻസർ കിട്ടിയത്? ഇങ്ങനെയാണോ കിട്ടിയത് വിമലിന്? ആ മൈനസ് എക്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ആ കറക്റ്റ് ചെയ്തോട്ടാ. ഇനി എന്ത് ചെയ്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ്. Therefore, limit exists for a less than 0. ഇവിടെ മോഡ് എക്സ് പ്ലസ് വൺ അല്ലേ? ഇവിടെ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 അല്ലേ? അപ്പൊ മൈനസ് എക്സ് അല്ലേ വരാ? മോഡ് എക്സിന്റെ ഡെഫിനിഷൻ, മോഡ് എക്സിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ? മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. മോഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ്. ആ എഴുതിക്കോ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? അപ്പൊ ഏതൊക്കെ വാല്യൂസ് ഓഫ് എയിനാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സിസ്റ്റ് ഫോർ എ ലെസ് ദാൻ 0 ആൻഡ് എ ഗ്രേറ്റർ ദാൻ 0. അതും കൂടെ എഴുതണം കേട്ടോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ഫോർ എ ലെസ് ദാൻ 0 ആൻഡ് എ ഗ്രേറ്റർ ദാൻ 0. കഴിഞ്ഞോ? ആരെങ്കിലും കഴിയാൻ ബാക്കിയുണ്ടോ? കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സയോൺ കഴിഞ്ഞോ? Question number 31. If the function f of x satisfies, question എഴുതേണ്ടവർ എഴുതിക്കോളൂ കേട്ടോ. If the function f of x satisfies, limit x tends to 1, f of x minus 2 divided by x square minus 1 equal pi. If the function f of x satisfies limit x tends to 1, f of x minus 2 divided by x square minus 1 equal pi, evaluate limit x tends to 1, f of x. Evaluate limit x tends to 1, f of x. എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഇതെങ്ങനെയാ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുക? ഇത് നമുക്കറിയാം ആൻസർ ഗിവൺ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എഫ് ഓഫ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ പൈ. ഇത് നമുക്ക് ഗിവൺ ആണ് അല്ലെ? നമുക്കറിയാലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? limit x tends to a f of x divided by limit x tends to a g of x. ഇങ്ങനെ എഴുതാലോ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം പറഞ്ഞേ? ലിമിറ്റ് പറയും x tends to 1 f of x minus 2 divided by limit x tends to 1 x square minus 1 equal pi. എഴുതാലോ. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ഈക്വൽ പൈ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക?
limit x tends to 1 f of x minus 2 equal pi into 1 apply ചെയ്തായിട്ടാ 1 square 1 1 minus 1 0, so pi into 0 which is equal to 0. ഇനി നമുക്കറിയാം limit x tends to a f of x കാണാൻ പറ്റുന്നില്ലേ? വേറെ പെണ്ണില്ല. limit x tends to f of x into g of x എന്താ? അത് കംപ്ലീറ്റ് ചെയ്യട്ടാ. ഇല്ല, ഇത് വർക്ക് ചെയ്യാം. അവിടെയുള്ള ഒരെണ്ണം തെളിയണില്ല, ഒരു ബ്ലൂ ഉണ്ട് അവിടെ. Okay, limit x tends to a f of x into g of x is equal to limit x tends to a f of x into limit x tends to a g of x. ഏതാലോ അപ്ലൈമെന്റ് ആയിട്ടാ ഈക്വൽ, സോറി എഫ് ഓഫ് എക്സ് ഇൻറ്റു അല്ലാട്ടെ, എഫ് ഓഫ് എക്സ് മൈനസ് ആണ്, ഇങ്ങനെ എഴുതാലോ. ഓക്കെ, അപ്പൊ എന്താ വരാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഓഫ് 2 ഈക്വൽ പൈ ഇൻറ്റു 0 0, ഇങ്ങനെ ആയിട്ടില്ലേ? ഇനി എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 2 എന്ന് പറയുന്നത്? 2 തന്നെയാണ്. എക്സിന്റെ ടേം അവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒന്നുമില്ല, കോൺസ്റ്റന്റ് ആണ്. സോ 2 തന്നെയാണ് ആൻസർ. അപ്പൊ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് മൈനസ് 2 ഈക്വൽ 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരാ? 2. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൻസർ. എഴുതിക്കും. സമയം 6:20. കംപ്ലീറ്റ് ചെയ്തോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 32 ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? കണ്ടിട്ട് നല്ല പാടുള്ളൂ. ശരി. If f of x is equal to mx square plus n, if x less than 0
nx plus m if 0 less than or equal to x less than or equal to 1, nx cube plus m x greater than 0. എത്ര എഴുതി കഴിഞ്ഞോ? For what integers m and n, for what integers m and n does both limit x tends to 0 f of x and limit x tends to 1 f of x exist? For what integers m and n does both limit x tends to 0 f of x and limit x tends to 1 f of x exist? എഴുതി കഴിഞ്ഞോ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏതൊക്കെ വാല്യൂസ് ഫോർ എം ആൻഡ് എൻ കൊടുക്കുമ്പോഴാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എങ്ങനെയാ ചെക്ക് ചെയ്യാ? ആദ്യം എൽ എച്ച് എൽ കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. എന്താണ് 0 മൈനസ് വരുമ്പോ ഏതാ ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത്? പറയൂ 0 മൈനസ് വരുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ എന്താ വരാ? എക്സ് ലെസ് ദാൻ 0 ഫംഗ്ഷന്റെ വാല്യൂ എം എക്സ് സ്ക്വയർ പ്ലസ് എൻ അല്ലേ? അല്ലേ? അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ അതല്ലേ വരാ? എം എക്സ് സ്ക്വയർ പ്ലസ് എൻ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എം എക്സ് സ്ക്വയർ പ്ലസ് എൻ എന്താ? എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോ വാല്യൂ എന്താ കിട്ടാ? എൻ. ഓക്കെ, ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0 പ്ലസ് വരുമ്പോ ഫംഗ്ഷന്റെ വാല്യൂ ഏതാ വരാ? പറഞ്ഞേ. 0 പ്ലസ് വാല്യൂ എക്സിന്റെ വാല്യൂ 0-നേക്കാളും വലുതാ. ഏതാ? തേർഡ് വൺ. ഇതല്ലേ? അല്ലല്ല, ഇതാണ്. ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ല. നമ്മൾ 0യോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ 0യുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ നോക്കുക. ഏറ്റവും അടുത്തുള്ള വാല്യൂസ് അടുത്തടുത്ത് വരാണ് കേട്ടോ. അപ്പൊ അത് വേണം എടുക്കാനായിട്ട്. എൻ എക്സ് പ്ലസ് എം, എക്സിന് 0 കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് എൻ അല്ലെ? അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് രണ്ട് സെയിം ആവണ്ടേ? വേണമല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ഇഫ് എം ഇസ് ഈക്വൽ ടു എൻ. അത് ഹോംവർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചെയ്തോട്ടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള എം ആൻഡ് എൻ വാല്യൂസ്. അത് ഹോംവർക്ക് ആണ്. അപ്പൊ 32 ബി ഹോംവർക്ക്. 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് മറക്കാണ്ട് ചെയ്യണം. ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ചെയ്തും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന നിങ്ങൾക്ക് തോന്നും കേട്ടോ. ഒരു പരിചയവും കാണത്തില്ല ടോപ്പിക്കുമായിട്ട്. ഇന്ന് നമ്മളെടുത്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒരു ഡൗട്ട്സും ഇല്ല. ക്ലിയർ ആണ്? സയോണിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സയോൺ ഡൗട്ട്സ് ഒന്നും ഇല്ല. ക്ലിയർ ആണ്. പഠിച്ചിട്ട് വരണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.